നമസ്കാരം. ESI ഡിസ്പെൻസറികളിൽ മരുന്നുകൾ വിതരണം ചെയ്യാൻ വാഹനമില്ല. തിരുവനന്തപുരം മേഖലയിൽ പ്രതിസന്ധി അതിരൂക്ഷമാണ്. ESI ചട്ടപ്രകാരം വാഹനം വാങ്ങേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായി വാഹനം വാങ്ങാനാകില്ലെന്നാണ് സർക്കാർ നിലപാട്. തീരെ സാധാരണക്കാരായ തൊഴിലാളികളാണ് ESI ഡിസ്പെൻസറികളെ ആശ്രയിക്കുന്നത്. 7 മാസത്തോളമായി മരുന്ന് വിതരണം മുടങ്ങിയതോടെ ഡിസ്പെൻസറികളിൽ ആവശ്യമായ പല മരുന്നുകളും ലഭ്യമാകാതായതോടെ സാധാരണക്കാർ വലയുകയാണ്. വാഹനം ആവശ്യപ്പെട്ട് വകുപ്പ് നൽകിയ അപേക്ഷ സർക്കാർ തള്ളിയിരിക്കുകയാണ്. മരുന്ന് വിതരണത്തിനായി വാഹനം നൽകാൻ സർക്കാരിന് ഫണ്ടില്ലെന്ന് കാട്ടിയാണ് അപേക്ഷ തള്ളിയിരിക്കുന്നത്. 60 വയസ്സ് കഴിഞ്ഞവരും ഭാഗമായ പദ്ധതിയാണിത്. പദ്ധതിയിൽ അംഗമായവരിൽ നിന്നും മുടങ്ങാതെ ആരോഗ്യ പരിരക്ഷയുടെ പേരിൽ പണം ഈടാക്കുന്നുണ്ട്. എന്നിട്ടും വിഷയത്തിൽ പരിഹാരം കാണാൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും സർക്കാർ ദൂർത്തടി തുടരുകയാണ്. മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും ലക്ഷങ്ങൾ വിലയുള്ള അത്യാഡംബര വാഹനം വാങ്ങാൻ ധനവകുപ്പ്. ഇതിനിടയിലാണ് മരുന്ന് വിതരണ സംവിധാനത്തിന് വാഹനം വാങ്ങാൻ പണമില്ലെന്ന ന്യായം പറയുന്നത്. വാഹനമില്ലാത്തതിനാൽ വിതരണം ചെയ്യേണ്ടുന്ന മരുന്നുകൾ സെന്ററുകളിൽ കെട്ടിക്കിടക്കുകയാണെന്നാണ് സൂചന. 240 രൂപയാണ് ഇൻഷുറൻസിന്റെ ഭാഗമായി പദ്ധതിയിൽ അംഗമായിരിക്കുന്നവരുടെ പക്കൽ നിന്നും ഈടാക്കുന്നത്. ഡിസ്പെൻസറികളിൽ മരുന്നുകൾ എത്തിക്കാനായാൽ സാധാരണക്കാർക്ക് സൗജന്യമായി മരുന്ന് ലഭ്യമാകും. 3 സോണുകളായി തിരിച്ചിരിക്കുന്ന ഡിസ്പെൻസറികളിലൂടെയാണ് മരുന്നുകൾ വിതരണം ചെയ്യുന്നത്. തിരുവനന്തപുരം സോണിൽ 4 ജില്ലകളുണ്ട്. നിലവിൽ വാടകയ്ക്ക് വാഹനമെടുത്ത് മരുന്ന് വിതരണം നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ESIയുടെ സ്വന്തം വാഹനമായിരുന്നപ്പോൾ അതിരാവിലെ തന്നെ മരുന്നുകൾ നിറച്ച് വാഹനം പോകും. 3 ജില്ലകളിലെയും എല്ലാ ESI ആശുപത്രികളുടെ മരുന്ന് ആവശ്യം പരിഹരിക്കുന്ന ഇടപെടലുകളും നടത്തും. വാടകയ്ക്ക് വാഹനം എടുക്കുമ്പോൾ അത് വരുന്നത് രാവിലെ 10 മണിയോടെ മാത്രമാണ്. അതായത് ഗോഡൌണിൽ നിന്ന് 11 മണിക്ക് മാത്രമാകും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വാഹനം യാത്ര തുടങ്ങുക. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എല്ലാ ആശുപത്രിയിലും എത്താൻ കഴിയുന്നില്ല. ഇതാണ് പല ആശുപത്രികളിലും പല ദിവസങ്ങളിലും പ്രതിസന്ധിയായി മാറുന്നത്. വാടകയ്ക്ക് എടുക്കുന്നതിലും ചെലവ് കൂടുതലാണ്. വാടക നൽകുന്ന തുകയുണ്ടെങ്കിൽ തവണ വ്യവസ്ഥയിൽ പുതിയ വാഹനം എടുക്കാമെന്നതാണ് വാസ്തവം. ESIക്ക് മരുന്ന് വിതരണത്തിന് സ്വന്തം വാഹനം ഉണ്ടായിരുന്നു. എന്നാൽ 15 കൊല്ല കാലാവധി കഴിഞ്ഞതോടെ ഈ വാഹനം ചട്ടപ്രകാരം മാറ്റേണ്ട സാഹചര്യമുണ്ടായി. ഇതോടെയാണ് പുതിയ വാഹനം വേണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് എത്തിയത്. കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തമുള്ള സംവിധാനമാണ് ESI. എന്നാൽ അതിന്റെ ദൈനംദിന നടത്തിപ്പും ചെലവ് നിർവഹണവുമെല്ലാം സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ഇതുകൊണ്ടാണ് വാഹനത്തിനുള്ള ആവശ്യം സംസ്ഥാന സർക്കാരിന് മുന്നിൽ ESI സമർപ്പിച്ചത്. ഇതാണ് പണമില്ലെന്ന പേരിൽ നിഷേധിക്കുന്നത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലും മറ്റും കെടുകാര്യസ്ഥത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ESI ആശുപത്രിയിലെത്തുന്ന അതിലംഗമായ സാധാരണ തൊഴിലാളികൾക്ക് താരതമ്യേന മെച്ചപ്പെട്ട ചികിത്സയാണ് ലഭിക്കുന്നത്. ഇത് കാരണം സർക്കാർ ആശുപത്രികൾക്ക് തിരക്കും കുറവ് വരും. സാധാരണക്കാരായ തൊഴിലാളികൾ ESIയെ ആശ്രയിക്കുന്നതാണ് ഇതിന് കാരണം. ഇത്തരത്തിലെ ആരോഗ്യ ബദലിനാണ് വാഹനം നൽകാൻ സംസ്ഥാന സർക്കാർ മടിക്കുന്നത്. പെൻഷൻ പ്രായം കഴിഞ്ഞവരും പദ്ധതിയുടെ ഭാഗമാണ്. ഇവർക്ക് 120 രൂപ അടച്ചാൽ 1 വർഷത്തെ മരുന്നുകൾ സൗജന്യമായി ലഭിക്കും. സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയുടെ മരുന്നുകൾ പദ്ധതിയിലൂടെ ലഭിക്കാറില്ല. 21,000 രൂപയിൽ താഴെ വരുമാനമുള്ള തൊഴിലാളികൾക്കുള്ള സാമൂഹ്യ സുരക്ഷാ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ESI ഇൻഷുറൻസ്. രോഗം, പരിക്ക് അല്ലെങ്കിൽ വൈകല്യം എന്നിവയുണ്ടായാൽ തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സാമ്പത്തിക സഹായവും വൈദ്യപരിചരണവും നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയിൽ അംഗമായവർക്ക് ESI ആശുപത്രികളിൽ ചികിത്സ ഉറപ്പാക്കാം. ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തൊഴിലുടമകൾക്ക് ഓൺലൈനായി അറിയാനും കഴിയുന്നു എന്നത് പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, തൊഴിൽ മന്ത്രാലയം എന്നീ വകുപ്പുകളുടെ കീഴിലാണ് ESI പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിന് കീഴിലാണ് ഡിസ്പെൻസറികൾ വരുന്നത്. ഇത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ്. തൊഴിൽ മന്ത്രി V ശിവൻകുട്ടിയുടെ നിയന്ത്രണത്തിലാണ് ഈ വകുപ്പ്. ഈ ഡിസ്പെൻസറികളിലാണ് മരുന്നുകൾ വിതരണം ചെയ്യാനുള്ള വാഹനം സർക്കാർ അനുവദിക്കാത്തത്.